ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അതിരപ്പള്ളി പ്ലാന്റേഷൻ ജനവാസ മേഖലയിൽ ഇറങ്ങാറുള്ള ആനകളെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വെറ്റിലപ്പാറ, അതിരപ്പള്ളി, ഏഴാറ്റുമുഖം ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ആനകളെ കണ്ടുവരാറുണ്ട്. ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു ഭാഗമാണ്. ഒരുപാട് ആനക്കൂട്ടങ്ങളും പിന്നെ ഒറ്റയാനൊക്കെ വിലസുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ ഒരു ഏഴാറ്റുമുഖം അതിരപ്പള്ളി പ്ലാന്റേഷൻ റൂട്ടുകളൊക്കെ. നമ്മൾ സ്ഥിരമായിട്ട് ഈ ഒരു വഴിക്ക് പോകുന്നതുകൊണ്ട് പലപ്പോഴും നമ്മൾ ആനകളെ കാണാറുണ്ട്. അപ്പോൾ ഇവനാണ് ഏഴാറ്റുമുഖം ഗണപതി. നമ്മുടെ ഏഴാറ്റുമുഖം ഭാഗത്ത് ഇവനെ പലപ്പോഴും ആളുകൾ കാണാറുണ്ട്. ആൾ പൊതുവേ ശാന്തനാണെങ്കിലും ഇപ്പം ആൾ നീരിലാണ്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് പെട്ടെന്നാണ് ഇവനെ മുന്നിൽ കണ്ടത്. ആളെന്തായാലും ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യാനുള്ളൊരു പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ അതാ ഒരു വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ആളോട് ഞങ്ങൾ പറഞ്ഞു ആന ക്രോസ് ചെയ്യാൻ പോകണ്ടെന്ന്, പക്ഷെ ആൾ കടന്നുപോയി. അപ്പോൾ നമ്മളെന്തായാലും ആന ക്രോസ് ചെയ്തിട്ട് കടന്നു പോകണുള്ളൂ. ഏഴാറ്റുമുഖം ഗണപതി പൊതുവെ ശാന്ത സ്വഭാവമുള്ള ഒരു ആനയാണ്. ഇവിടെ എല്ലാവർക്കും പുള്ളിനെ ഭയങ്കര പരിചയമാണ്. ആൾ അങ്ങനെ പെട്ടെന്നൊന്നും അറ്റാക്ക് ചെയ്യാറില്ല ആരും. എന്നിരുന്നാൽ പോലും ഇതൊരു വന്യജീവിയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം ഇതിനെ നോക്കി നിൽക്കാനൊക്കെ. ഇപ്പോൾ ഇത് ഇത്ര അടുത്തായിട്ട് തോന്നുന്നത് എൻ്റെ കയ്യിലുള്ള ലെൻസ് ഉപയോഗിച്ച് സൂം ചെയ്തെടുക്കണോണ്ടാണ്. നമ്മൾ ആനയുടെ അടുത്തുനിന്ന് ഒരുപാട് ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണത്. ആൾ റോഡ് ക്രോസ് ചെയ്തെങ്കിലും എണ്ണപ്പന തോട്ടത്തിൽ തന്നെ ഇങ്ങനെ നടക്കുകയാണ്. ആൾ പൊതുവേ റോഡിനോട് സൈഡിൽ ചേർന്ന് നിൽക്കുന്ന എണ്ണപ്പന മറിച്ചിട്ടിട്ടാണ് തിന്നണത്. പുള്ളിക്കും കുറച്ച് ആളുകളെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ എണ്ണപ്പന തിന്നണതാണ് ഇഷ്ടം തോന്നുന്നു. എപ്പോഴും ആളിങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ കാണാം. ആളുകളെയൊക്കെ നോക്കി ഇങ്ങനെ എണ്ണപ്പനയൊക്കെ തിന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കും പുള്ളി. ഇപ്പം എന്തായാലും നീരിലാണ്. അപ്പോൾ ഏതാനേനെ കണ്ടാലും പരമാവധി ഡിസ്റ്റൻസ് ഇട്ടിട്ട് മാത്രം നോക്കി നിൽക്കാവൂ. സാധാരണ ഇവൻ പന മറച്ചിട്ടിട്ടാണ് അത് തിന്നാറ്. ഇത്തവണ പനയൊന്നും മറച്ചിട്ടിട്ടില്ല. അവിടെ ഒരു പട്ട ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വലിച്ച് പറിച്ചിട്ട് അത് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു എണ്ണപ്പന മറയ്ക്കുമായിരിക്കും എന്നാണ് വിചാരിച്ചത്. കുറച്ച് എണ്ണപ്പനയൊക്കെ ഇങ്ങനെ തള്ളിയൊക്കെ നോക്കിയിട്ടോ. പക്ഷേ എണ്ണപ്പന മറിക്കാതെ അവിടെ നിൽക്കണ തന്നെ ഇലകളൊക്കെ പറിച്ച് ആൾ തിന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നമ്മുടെ ഈ ഒരു ഗണപതി അങ്ങനെ ഫുഡിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടല്ല കേട്ടോ നിൽക്കണത്. ആൾ റോട്ടിൽ പോണ എല്ലാ ആൾക്കാരുടെയും ആ ഒരു മൂവ്മെൻ്റൊക്കെ ആൾ ശ്രദ്ധിക്കുന്നുണ്ട്. ആളുകൾ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ടോ എല്ലാം ശ്രദ്ധിച്ചിട്ടാണ് പുള്ളി എന്നിട്ട് ആ എണ്ണപ്പന കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്ത് എല്ലാവരും ആനേനെ കാണാൻ വന്നിട്ട് കാണാൻ പറ്റാറില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ ഈ ഒരു റൂട്ടിൽ സ്ഥിരമായിട്ട് ആനയുണ്ട്. ഞാൻ ഒരിക്കലും ഈ ഒരു റൂട്ടിൽ വൈകുന്നേരം വരാനായിട്ട് ആരോടും പറയില്ല. കാരണം ഭയങ്കര ഡേഞ്ചറാണ് ഈ ഒരു റൂട്ട്. പകൽ സമയത്ത് സഞ്ചരിക്കണതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം പകൽ സമയത്ത് തന്നെ ഒരുപാട് ആനകൾ ഇവിടെ ഉണ്ട്. നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴും എണ്ണപ്പനത്തോട്ടത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ആളുകളൊക്കെ പോകുന്ന വഴിയാണ്, കുറച്ച് സേഫുമാണ്. റോഡിലൊന്നും വണ്ടി നിർത്തിയിടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒട്ടും പരിചയമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഏത് വഴിക്കാണ് ആന വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ പോണ വഴിക്ക് തന്നെ രണ്ട് വശത്തും നോക്കിയൊക്കെ പോയാൽ മതി. പിന്നെ കുറച്ച് ലക്കും വേണം നമ്മൾ ആനകളെ കാണാനായിട്ട്. പിന്നെ കാടറിഞ്ഞ് യാത്ര ചെയ്യാമെന്നും കൂടെ പറയും. നമുക്ക് കാടറിഞ്ഞ് യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രകൃതി ഒരുപാട് കാഴ്ചകളൊക്കെ നമുക്ക് സമ്മാനിക്കാം. ആനയുടെ കേസിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരുപാട് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി പോയി കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത് നിന്നാലും ഇവർ നമുക്ക് ദർശനമൊന്നും തരില്ല. ഇവർ അതിനേക്കാൾ സൈലൻ്റായിട്ട് തൊട്ടടുത്ത് നിന്നാൽ പോലും നമുക്ക് ഇവരുടെ ഒരു മൂവ്മെൻ്റ് അറിയാൻ പറ്റില്ല അടുത്തേക്കുണ്ടെന്ന്. പക്ഷേ ആനകൾക്ക് നമ്മൾ കിലോമീറ്റർ അപ്പുറത്താണെങ്കിലും മണം പിടിച്ചറിയാൻ പറ്റും നമ്മൾ വരുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ കാടറിഞ്ഞ് യാത്ര ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരുപാട് കാഴ്ചകൾ പ്രകൃതി നിങ്ങൾക്ക് സമ്മാനിക്കും. എന്തായാലും നമ്മളിപ്പോൾ നിന്ന ഒരു സ്ഥലത്ത് ആളുകളൊക്കെ ഒത്തിരി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആന കാട്ടിലേക്ക് കയറി പോവാണ്. ആൾ ഫുഡൊക്കെ കഴിച്ച് മതിയാക്കി കുറച്ച് എണ്ണപ്പന തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആളുകൾ കൂടിയപ്പോൾ ഒച്ചപ്പാടും ബഹളമൊക്കെ കൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആനയ്ക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ആൾ ജസ്റ്റ് എണ്ണപ്പന തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കയറാണ്. നമ്മുടെ ആന കയറിപ്പോയെങ്കിലും വീണ്ടും ഇറങ്ങി വരാണ്. എനിക്ക് തോന്നുന്നു അപ്പുറത്തെ സൈഡിൽ കൂടെ വീണ്ടും ആൾ പുഴയിലേക്ക് പോകാനുള്ള ഒരു പ്ലാനാണെന്ന് തോന്നുന്നു. പിന്നെ ആനയ്ക്കിപ്പോൾ ചെറിയ രീതിയിൽ കലിപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ആൾ ഒന്നാമതേ നീരിലാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കലിപ്പൊക്കെ ആളിങ്ങനെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് നമ്മളെയൊക്കെ നോക്കി റോഡ് ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും ആൾ വൈകുന്നേരം ആവുന്നതോടുകൂടി വീണ്ടും ആൾ പുഴയിലേക്ക് ഇറങ്ങാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, അതിൻ്റെ പാട്ടിന് വിടാമെന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് കുറച്ച് നേരമൊക്കെ നോക്കി നിൽക്കാം ആനേനെ. ഒത്തിരി ദൂരെയാണെങ്കിൽ മാത്രം കേട്ടോ, അടുത്താണെങ്കിൽ നോക്കി നിൽക്കരുത്. അതിനുശേഷം അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക. നമ്മൾ ഡിസ്റ്റർബും ചെയ്യാൻ പോകരുത്, ഒന്നും ചെയ്യാൻ പോകരുത്. അവരുടെ സ്ഥലത്ത് അവരെ സ്വൈര്യമായിട്ട്
നടക്കാൻ അവർ അനുവദിക്കുക. നമ്മളങ്ങനെ ഇപ്പോൾ നിൽക്കുന്നത് വെറ്റിലപ്പാറ സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു പുഴ ഭാഗത്താണ്. അപ്പോൾ അവിടെ ആനക്കൂട്ടം വന്ന് നിന്നിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷം അതിൽ ഒരാന മാത്രം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നേക്കാണ്. അപ്പോൾ നമ്മൾ റോഡിൽ കൂടെ പോയപ്പോൾ പെട്ടെന്ന് കണ്ടതാണ് ഈ ഒരു ആന വെള്ളം കുടിക്കാൻ വന്ന് നിൽക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒത്തിരി ആനകൾ ഉണ്ട് കേട്ടോ, പക്ഷെ അതൊക്കെ എല്ലാം ആ ഒരു ഈറ്റയുടെ ബാക്കിലായിട്ടാണ് നിൽക്കുന്നത്. അവരൊന്നും പുറത്തു വന്നില്ല. അപ്പോൾ ഈ ഒരു ആന മാത്രം വെള്ളം കുടിക്കാൻ ഭാഗ്യത്തിന് പുറത്തേക്ക് വന്നു. അപ്പോൾ നമ്മൾ കണ്ടതാണ് ഇതിനെ. അപ്പോൾ ആൾ വെള്ളമൊക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനേനെ കാണാൻ പറ്റും. ഞങ്ങൾ ഈ ഒരു ആനേനെ കണ്ടത് റോഡിൽ വെച്ച് തന്നെ കണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ അത്രയും ശ്രദ്ധിച്ച് നോക്കിയാലാണ് നമുക്ക് എത്ര ദൂരെ ആയിരുന്നാൽ പോലും നമുക്ക് ഇവരെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമ്മൾ അത്ര ഡിസ്റ്റൻസിൽ നിന്നിട്ടാണ് നമ്മൾ ഈ ഒരു ആന ഇവിടെ നിന്ന് വെള്ളം കുടിക്കാൻ കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഓടി ആ സ്കൂളിൻ്റെ ഭാഗത്തേക്ക് വന്നത്. അപ്പോൾ എന്തായാലും ആന കയറി പോവാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തും വെറ്റിലപ്പാറ സ്കൂളിൻ്റെ ഭാഗത്തും ആനകൾ ഇഷ്ടം പോലെ വരാറുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഭാഗത്ത് ഈ ഒരു ആനനെ കാണുന്നത്. ഇതൊരു കൂട്ടാണ്, നമുക്ക് സൗണ്ട് കേൾക്കാൻ അപ്പുറത്തുനിന്ന്. പക്ഷെ ബാക്കിയുള്ള ആനകളൊന്നും കാണാനായിട്ടുള്ള ഭാഗ്യം കിട്ടിയില്ല. എന്നിരുന്നാൽ പോലും ഈ ഒരു ആനേനെ കാണാൻ പറ്റി, അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ എന്തായാലും ആന വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞ് കയറി പോവാണ്. നമ്മളങ്ങനെ വീണ്ടും ഏഴാറ്റുമുഖം ഗണപതിയുടെ മുന്നിൽ പെട്ടേക്കാണ്. അപ്പോൾ ഇത്തവണ നമ്മളിവനെ കണ്ടേക്കുന്നത് ഏഴാറ്റുമുഖത്ത് വെച്ചിട്ടല്ല, വെറ്റിലപ്പാറ പാലം എത്തുന്നതിന് തൊട്ട് മുന്നേ വെച്ചിട്ടാണ് നമ്മളിവനെ കാണുന്നത്. അപ്പോൾ ഇവൻ താഴത്ത് നിന്നിട്ട് എണ്ണപ്പന നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആന എന്തായാലും മേലേക്ക് കയറിയിട്ട് റോഡ് ക്രോസ് ചെയ്ത് എണ്ണപ്പന തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ നിന്ന് പശുക്കളൊക്കെ മാറി കൊടുക്കുകയാണ് ആന വരുന്നത് കണ്ടിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആന പോയിട്ട് ഇനി നമുക്ക് അങ്ങോട്ട് അപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഓടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ആന മുകളിലേക്ക് കയറി പോയേക്കാണ്. ആളിനി മുകളിലേക്ക് കയറി പൊക്കോളും. അതിൻ്റെ താഴെ അങ്ങനെ ആളുകൾ കൺട്രോൾ ചെയ്യാനൊക്കെ ആളുകൾ നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് പോവാം, ആന മുന്നോട്ട് പോവും. ഇനിയിപ്പോൾ റോഡിലേക്ക് ഇറങ്ങി വരാൻ ചാൻസ് ഇല്ല. നമ്മളിനി ഇവിടെ കൂടുതൽ നിൽക്കുന്നത് സേഫ് അല്ല, കാരണം ഒത്തിരി ആളുകൾ ഇപ്പോൾ തന്നെ ഉണ്ട്. കാരണം ആന ക്രോസ് ചെയ്യാനായിട്ട് ഒത്തിരി ടൈം എടുത്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളും സൺഡേ ആയിരുന്നു, അപ്പോൾ ഒത്തിരി ആളുകൾ പോകുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ റോട്ടിൽ ഇപ്പോൾ തന്നെ ഉണ്ട്, വണ്ടികളൊന്നും ക്രോസ് ചെയ്ത് പോകാൻ പറ്റാണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് പോകേണ്ടതായിരിക്കും നല്ലത്. ആന എന്തായാലും ഇനി മേലേക്ക് കയറി പോവാണ്. ചിലപ്പോൾ പന മറിച്ചിട്ട് കഴിക്കായിരിക്കും, അതല്ലെങ്കിൽ ആൾ കയറി പൊക്കോളും. ആന ഇപ്പോൾ റോഡിൻ്റെ സൈഡിൽ തന്നെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്നത് സേഫല്ല. അതുമാത്രമല്ല, നമ്മുടെ ഈ ഒരു ആന ഇപ്പോൾ നീരിലും കൂടിയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ അവനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് പോകണതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ നിർത്താണ്. അപ്പോൾ നിങ്ങളും ഈ ഒരു വഴിക്ക് വരുമ്പോൾ ആനകളെ ദൂരെ നിന്ന് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കാരണം അടുത്തൊക്കെ നിന്നിട്ട് ആനേനെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി റിസ്ക് ഉള്ള കാര്യമാണ്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ആനയുടെ വീഡിയോ കാണുമ്പോൾ പറയാറുണ്ട് ഞങ്ങൾ പോയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളത്. ശരിക്കും അടുത്ത് നിന്ന് ആനേനെ കാണാതിരിക്കുകയാണ് നല്ലത്. നമ്മുടെ കയ്യിൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര അടുത്തൊക്കെ ആയിട്ട് ചില ഷോട്ടിൽ നമുക്ക് തോന്നുന്നത്. ശരിക്കും ആന നല്ല ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു വഴിക്ക് വരുമ്പോൾ നിങ്ങൾ ആനേനെ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ സേഫ്റ്റി നോക്കിയതിന് ശേഷം മാത്രം ആനേനെ നോക്കുക. ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രം നോക്കി നിൽക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.